إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈമാനും തഖ്വയും മരണം വരെ നിലനിർത്താൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അതിനെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കലും അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലും അള്ളാഹു പരിശുദ്ധിയും പവിത്രതയും നൽകിയ വസ്തുക്കൾക്ക് അത് വകവെച്ചു കൊടുക്കലും ഈമാനിന്റെയും തഖ്വയുടെയും ഭാഗമാണ്. അള്ളാഹു പല വസ്തുക്കളെയും ആദരിച്ചിട്ടുണ്ട്. പല ദിവസങ്ങളെയും പല മാസങ്ങളെയും പല സമയങ്ങളെയും പല വ്യക്തികളെയും ഒക്കെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. അതിനൊക്കെ അർഹിക്കുന്ന ആദരവ് കൊടുക്കുമ്പോഴാണ് ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിമാകുന്നത്, ഒരു മുഅ്മിൻ യഥാർത്ഥ മുഅ്മിനാകുന്നത്. ബലികർമ്മത്തിന് കൊണ്ടുപോകുന്ന ബലിമൃഗത്തെ, ആ മൃഗത്തെ വരെ ആദരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു. ബലിയറക്കുക എന്ന് പറയുന്നത് ഒരു മഹത്തായ പുണ്യകർമ്മമാണ്. അതുകൊണ്ട് അതിനുപയോഗിക്കുന്ന ബലിമൃഗം, ആ ബലിമൃഗത്തെ നിങ്ങൾ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് ന്യൂനതകളില്ലാത്ത മുന്തിയ തരം ബലിമൃഗത്തെ വാങ്ങുക എന്നത്. വില കുറഞ്ഞ താഴ്ന്ന ബലിമൃഗത്തെ വാങ്ങൽ അതിനോടുള്ള അനാദരവാണ്. ഞാൻ ഊതിവെച്ച ആയത്ത് ഒരു ബലിമൃഗത്തിന് വരെ നൽകുന്ന ആദരവ്. ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. വല്ലവനും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ, ഷിആറുകളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിലെ തഖ്വയിൽ നിന്നുണ്ടാകുന്നതാകുന്നു. ഇതേ സൂറത്തിലെ തൊട്ടു മുകളിലുള്ള ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ദാലിക വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാഹ് ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹി. അതെ, നിങ്ങൾ അത് ഗ്രഹിച്ചു മനസ്സിലാക്കണം. അള്ളാഹു പവിത്രത നൽകിയ വസ്തുക്കളെ വല്ലവനും ബഹുമാനിക്കുന്ന പക്ഷം അത് തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അവന് ഗുണകരമായിരിക്കും. അള്ളാഹു ബഹുമാനിച്ചതിന് ബഹുമാനിക്കലും ആദരിച്ചതിന് ആദരിക്കലും പ്രധാനമാണ്.
അള്ളാഹു ആദരിച്ചതാണ്. ആദരിക്കാനും ബഹുമാനിക്കാനും കൽപ്പിച്ച പല വസ്തുക്കളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഖുർആന്, പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അതിനുള്ള ഹുർമത്ത് കൊടുക്കണം, ആദരവ് കൊടുക്കണം. ഖുർആൻ പഠിക്കാതിരിക്കുക എന്നത് ഹുർമത്ത് കേടാണ്. ഖുർആൻ ഓതാതിരിക്കുക, പാരായണം ചെയ്യാതിരിക്കുക എന്നത് അതിനോട് കാണിക്കുന്ന അനാദരവാണ്. വെള്ളിയാഴ്ച ഓതാൻ പറഞ്ഞ സൂറത്ത് വെള്ളിയാഴ്ച ദിവസം കടന്നുപോയിട്ടും അത് ഓതാൻ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ സമയം കണ്ടെത്താതിരിക്കുന്നത് ഖുർആനിനോട് കാണിക്കുന്ന അനാദരവാണ്. ഇനി അത് മാത്രമല്ല, ആ ഖുർആൻ എന്ന നമ്മൾ കയ്യിൽ ഉപയോഗിക്കുന്ന മുസ്ഹഫ് ഉണ്ടല്ലോ, മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ ഏടുകളിൽ ആക്കപ്പെട്ടത് എന്നാണ്. ഖുർആനിനെ മുസ്ഹഫ് എന്ന് ആദ്യമായി വിളിച്ചത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആണ്. സുഹഫ് ഏടുകൾ, മുസ്ഹഫ് ഏടുകളിലാക്കപ്പെട്ടത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നബി മരിക്കുമ്പോൾ മുസ്ഹഫില്ല, നബി വഫാത്താക്കുമ്പോൾ മുസ്ഹഫില്ല, നബി വഫാത്താക്കുമ്പോൾ ഖുർആനേ ഉള്ളൂ. ഖുർആൻ സമ്പൂർണമായി അത് സൂറത്തുൽ ഫാത്തിഹ മുതൽ അന്നാസ് വരെ ഇന്നത്തേത് പോലുള്ള ഖുർആൻ റസൂൽ വഫാത്താകുമ്പോഴുണ്ട്. എന്നാൽ നബിന്റെ വഫാത്തിന് ശേഷം അത് ക്രോഡീകരിക്കപ്പെടുകയും അത് പ്രിന്റ് എടുക്കുകയും ചെയ്തു. അതിന് അബൂബക്കർ റളിയല്ലാഹു തആലയുടെ കാലത്താണ് അദ്ദേഹമാണ് ആദ്യ മുസ്ഹഫ് എന്ന് പറഞ്ഞത്. ആ ഗ്രന്ഥത്തോട് വരെ നമ്മൾ ആദരവ് കാണിക്കണം. അത് കെട്ടിപ്പൂട്ടി ഒരു കവറിലാക്കി വെക്കൽ അത് ആദരവാന്നല്ല, അത് തുറന്ന് ഓതലാണ് ആദരവ്. ഇനി അത് ഓതാൻ പറ്റുന്ന കാലത്തോളം അത് ഓതണം. ആ ഖുർആൻ എന്ന കോപ്പി, ഖുർആനിന്റെ കോപ്പികളോട് കാണിക്കുന്ന അനാദരവ് അത് താഴ്ന്ന സ്ഥലത്ത് വെക്കരുത്, ഉയരത്തിൽ വെക്കണം. അത് നമ്മൾ സാധാരണ പുസ്തകങ്ങൾ ഇടുന്ന പോലെ ഇടരുത്. ഉപയോഗിക്കാൻ പറ്റാത്ത ഖുർആൻ എന്ത് ചെയ്യണം? കുറെ ഓതി നമ്മളെ വീട്ടിൽ വെല്ലിമ്മ ഉപയോഗിച്ചൊരു ഖുർആൻ ഉണ്ടായിരുന്നു. അത് ഓതി കീറി അത് കേട് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിന് മാതൃക ഉണ്ട് എന്താ ചെയ്യേണ്ടത് എന്നതിന്. കേടുവന്ന ഖുർആൻ അതെവിടെയെങ്കിലും കൊണ്ടിടലല്ല. ഇപ്പൊ നമ്മുടെ മദ്രസയിലെ കുട്ടികൾക്കൊക്കെ ഖുർആൻ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബുക്കാ. ഖുർആൻ എന്ന് പറഞ്ഞാൽ അവരുടെ പുസ്തകങ്ങളിലെ ഒരു പുസ്തകം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു, നിങ്ങൾ ചില സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടു, ഈ ന്യൂ ഇയറിന്റെ അന്ന് കോമ്പലപ്പടക്കം ഈ പടക്കം പൊട്ടിച്ചപ്പോ ആ പൊട്ടിച്ച പടക്കം കത്തിത്തീർന്നിടത്ത് ആ പടക്കം പൊതിഞ്ഞ ഈ കടലാസുകൾ ഉണ്ടാകും. ആ കടലാസുകൾ ഒരു സ്ഥലത്ത് ഒരുപാട് ഖുർആനിന്റെ പേജാ. ഖുർആനിന്റെ പേജുകൾ കൊണ്ടാണ് പടക്കം ഉണ്ടാക്കിയിട്ടുള്ളത്. പടക്കക്കാരന് എങ്ങനെ അത് കിട്ടിയത്? നമ്മളെ വീട്ടിലെ പഴയ പുസ്തകങ്ങളൊക്കെ തൂക്കി വിൽക്കുന്ന കൂട്ടത്തില് ഖുർആനും കൊടുക്കും. ആ ഖുർആൻ അവിടെ എത്തി. അതുകൊണ്ടാണ് പടക്കം പൊട്ടിയപ്പം പടക്കക്കാരൻ ഖുർആന്റെ പേജിൽ പടക്കം ഉണ്ടാക്കിയത്. ഇതൊരു ചെറിയ കാര്യമായിട്ട് ആരും കണക്കാക്കണ്ട. മഹാന്മാര് പറഞ്ഞത് ഖുർആനിനെ, പഴയ ഖുർആൻ എന്ത് ചെയ്യണം? അവര് പറയാണ് പരമാവധി ജിൽദ് ചെയ്ത്, ബെയിൻഡ് ചെയ്ത്, അത് ഒട്ടിച്ച് എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റുമോ അത്രമാത്രം അത് ഉപയോഗിക്കണം. ചില ഖുർആനിലുണ്ടാവും വഖ്ഫു ലില്ലാഹി തആല എന്നുണ്ടാകും ഖുർആനില്. അത് അറേബ്യ രാജ്യങ്ങളാണെങ്കിൽ ആ കേടുവന്ന ഖുർആൻ ഔക്കാഫിലേക്ക് കൊടുക്കണം. അത് ബൈത്തുൽ മാലിൽ നിധി പോലെ സൂക്ഷിക്കും. അതിന് പ്രത്യേക കേന്ദ്രങ്ങൾ ഉണ്ടാകും, അവിടേക്ക് കൊടുത്തയക്കണം. ഇനി അതില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇബ്നു തൈമിയെ പോലെയുള്ള ആളുകൾ പറയാ, മജ്മൂഉൽ ഫത്താവയിൽ കാണാം, ഉപയോഗിക്കാൻ പറ്റാത്ത ഖുർആനെ നിങ്ങൾ ഒരു മുസ്ലിമിനെ, ഒരു മുഅ്മിനിനെ കബറടക്കുന്നത് പോലെ അത്രയും പവിത്രതയോടെ അത് മണ്ണിനടിയിൽ കുഴിച്ചിടണം എന്ന് പറഞ്ഞു. എന്നാൽ ചില ആൾക്കാർ പറഞ്ഞു അത് പറ്റൂല, കാരണം അത് ചിലപ്പോൾ വീണ്ടും മാന്തിയെടുക്കപ്പെടാം, മാന്തിയെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ചെയ്യണം എന്നാ പറഞ്ഞത്. ചില ആൾക്കാർ പറഞ്ഞു വെള്ളത്തിൽ ഒഴുക്കി വിടണം. ചില ആളുകൾ പറഞ്ഞു വെള്ളത്തിൽ ഒഴിക്കാനും പറ്റൂല, കാരണം അത് ചിലപ്പോൾ ഒഴുകി വേറെ എവിടെയെങ്കിലൊക്കെ പോയി നിൽക്കും. ഇപ്പൊ പഴയ ഖുർആൻ കൊണ്ട് കടലിലിട്ട് എന്താ പോയിക്കുക? കടലിലേക്ക് വലിച്ചെറു തിരമാലകൾ അത് വീണ്ടും കരയിലേക്ക് കൊണ്ടുവരും. അതേലിങ്ങനെ പാറയിലോ കല്ലിലോ തടഞ്ഞു നിന്ന് അത് അനാദരവാണ്. അതുകൊണ്ട് സലഫു സാലിഹികളിൽ ഭൂരിപക്ഷത്തിനും അഭിപ്രായം അത് കത്തിച്ചു കളയണമെന്നാണ്. പഴയ ഖുർആനുകൾ കത്തിച്ച് കളഞ്ഞ്, പൂർണ്ണമായും കത്തിച്ച് കളഞ്ഞ് അത് ചാരമാക്കി മാറ്റണമെന്നാണ്. അതെവിടെയും അലക്ഷ്യമായി കിടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഖുർആനിന്റെ കഷ്ണങ്ങൾ എവിടെയും പാറിപ്പറ നടക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമ്മളെ വീട്ടിലും വീട്ടിന്റെ ഷെൽഫുകളിലും ഉണ്ടാകാൻ പാടില്ല. വളരെ ഗൗരവത്തോടു കൂടി സഹോദരങ്ങളെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ആ ഖുർആനിനോടുള്ള ആദരവിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പറയപ്പെട്ടത്. അത് കൃത്യമായി പാലിക്കാൻ നമുക്ക് സാധിക്കണം.
അള്ളാഹു ആദരിച്ച വസ്തുക്കൾ ആദരിക്കുക. അള്ളാഹു ആദരിച്ച ദിവസം വെള്ളിയാഴ്ച, അതിനോടുള്ള അനാദരവാണ് നേരം വൈകി ജുമാക്ക് വരല്. വെള്ളിയാഴ്ച വ്യാഴാഴ്ച പോലല്ലല്ലോ, ശനിയാഴ്ച പോലല്ലല്ലോ. അള്ളാഹ് ആദരിച്ച ദിവസമാണ്, ബഹുമാനിച്ച ദിവസമാണ്. മാസങ്ങൾ 4 മാസങ്ങളുണ്ട്. ആ 4 മാസത്തിൽ ഒരു മാസമാണ് റജബ് മാസം. ആ റജബ് മാസത്തിലേക്ക് ഇപ്പം നമ്മൾ കടന്നു. മിൻഹ അർബഅത്തുൻ ഹുറും ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. ഏതു മുതൽ? യൗമ ഖലഖ സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ പടച്ച നാൾ മുതൽ മാസങ്ങളെ എണ്ണം 12. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്ര: ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, പിന്നീട് റജബ്. ആ റജബ് മാസത്തിൽ പിറന്നു. റജബ് മാസം പിറന്ന് റജബിലാണ് നമ്മളുള്ളത്. ഈ മാസത്തെ ആദരിക്കണം. അള്ളാഹു പറഞ്ഞു, ഈ മാസത്തോട് ആരെങ്കിലും അനാദരവ് കാണിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷ അവനെ പിടികൂടുക തന്നെ ചെയ്യും. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും. നിങ്ങൾ നിങ്ങളെ സ്വന്തത്തിന് നാശം വരുത്തി വെക്കരുത്. സ്വന്തത്തോട് നിങ്ങൾ അതിക്രമം കാണിക്കാൻ പാടില്ല എന്നുള്ള പറഞ്ഞു. പവിത്രമായ മാസത്തെ അതിന്റെ പവിത്രതയോടുകൂടി കാണൽ എങ്ങനെയാണ്? ആ മാസത്തിൽ നന്മകൾ ധാരാളം ചെയ്യുക, തിന്മകളിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കുക. ഇത് റജബാണ് എന്നൊരു ബോധം. ഏത് മാസവും ഏത് ദിവസവും തിന്മ ചെയ്യാൻ പാടില്ല, തെറ്റ് ചെയ്യാനില്ല. അതിന് ലൈസൻസ് അല്ല മറ്റു മാസങ്ങളിൽ. റജബിനൊരു പ്രത്യേകത ഉണ്ട്, അത് മറ്റു മാസങ്ങളെ പോലെയല്ല. 4 മാസങ്ങളിൽ ഒരു മാസമാണ്. അതുകൊണ്ട് 4 മാസങ്ങൾക്ക് കൊടുക്കേണ്ട പവിത്രത അതിന് നൽകിയിരിക്കണം. 6 മാസം പിന്നിട്ടു. ഇപ്പൊ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു, ഒരു പുതിയ കലണ്ടർ 25 എന്നൊരു കൊല്ലം വന്നു. മുസ്ലിമീങ്ങളുടെ ആയുസ് നിശ്ചയിക്കുന്ന മാസങ്ങൾ ഏതാ? അത് ജനുവരി ഫെബ്രുവരി ഒന്നല്ലല്ലോ. നമ്മൾ ആയുസ് നിശ്ചയിക്കുന്ന മാസം ഏതാ? അത് അറബി മാസമാണ്. കഴിഞ്ഞ ഹിജറ വർഷം പിറന്നതിന് ശേഷം, ഹിജറ വർഷം പിറന്ന മുഹറം 1 അതായിരുന്നു നമ്മളുടെ ന്യൂ ഇയർ അല്ലേ? നമ്മളൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുഹറം 1 അതാണ് ഒരു വർഷത്തിന്റെ 1ാമത്തെ ദിവസം. അത് കഴിഞ്ഞപ്പോ റജബെത്തിയപ്പോ 6 മാസം പിന്നിട്ടു. 6 മാസം. ഇത് 7ാമത്തെ മാസം. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഈ കഴിഞ്ഞ 6 മാസത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തു? അള്ളാഹ് പറയുന്നുണ്ട്, വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിൻ റബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഅതൻ വഅൻതും ലാ തശൂറൂൻ. നിങ്ങൾ ഓർത്തിരിക്കാതിരിക്കെ നിങ്ങൾക്കൊരു സമയം വരാനുണ്ട്. ആ സമയം വന്നെത്തിയാൽ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് പരലോകത്ത് വെച്ച് ഒരാളും പറയാതിരിക്കണം, അൻ തഖൂല നഫ്സുൻ യാ ഹസ്രത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ. അള്ളാഹിന്റെ ഭാഗത്തേക്ക് ഞാൻ ചെയ്യേണ്ടിയിരുന്ന കാര്യം ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് ഒരാളും പറയാതിരിക്കാൻ പറയേണ്ടി വരുന്നൊരവസ്ഥ വരരുത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, റജബ് മാസത്തിലെ ഈ 6 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. ആദരിക്കുക എന്ന് പറഞ്ഞാല് ആദരിക്കൽ എങ്ങനെയെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ആദരവ് അനാദരവാകൽ എപ്പോഴാ? റസൂലുള്ളാഹിനെ ബഹുമാനിക്കണം, പക്ഷെ റസൂലുള്ളാഹിനെ നിന്ദിക്കൽ എപ്പോഴാ? എങ്ങനെ ആദരിക്കണം എന്ന് പറഞ്ഞു, അങ്ങനെ ആദരിക്കാതിരിക്കാം. കൂടിയാലോ? ബഹുമാനം കൂടി, ആദരവ് കൂടി. ആ കൂടൽ എങ്ങനെ? പറഞ്ഞതിനപ്പുറം ചെയ്യുക, പറയാത്തത് ചെയ്യുക. ആദരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആദരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നുള്ള അവസ്ഥ എന്താ? റജബ് മാസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അനാദരവാണ്, അനാചാരങ്ങളാണ് മുസ്ലിം സമൂഹത്തിലുള്ളത്. ഒന്ന്, റജബ് പറഞ്ഞാല് ഒരു സ്പെഷ്യൽ നിസ്കാരം. വ്യാഴാഴ്ച രാവിലെ സലാത്തുർ റഗായിബ്, നോമ്പെടുത്തിട്ട്, അന്നേ ദിവസം നോമ്പെടുത്തിട്ട് വ്യാഴാഴ്ച രാവിലെ നിസ്കരിക്കുക. ആ നിസ്കാരത്തിൽ സ്പെഷ്യൽ നിസ്കാരം. അത് എപ്പോഴാ? മഗ്രിബിന്റെ ഇശന്റെ അടിയിൽ 12 റക്അത്ത് സലാത്തുർ റഗായിബ്. നമ്മുടെ നാട്ടിലുള്ളതാ ഈ നിസ്കാരം. ആര് നിസ്കരിച്ചു? റസൂൽ നിസ്കരിച്ചിനോ? സ്വഹാബത്ത് നിസ്കരിച്ചിനോ? 3 തലമുറ നിസ്കരിച്ചിട്ടുണ്ടോ? റജബിനെ ആദരിക്കണം അള്ളാന്റെ റസൂല പഠിപ്പിച്ചത്. അത് എങ്ങനെ ആദരിക്കണം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ആദരവ് പഠിച്ചോല സ്വഹാബികൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എവിടില്ല, ആരും ചെയ്തിട്ടില്ല. അത് ഉണ്ടാക്കൽ തന്നെ. എത്ര സുന്നത്ത് നിസ്കാരമുണ്ട്? ഒരു മനുഷ്യന് രാവിലെ അവന് സുബീക്ക് മുമ്പ് എഴുന്നേറ്റ് പാതിരാത്രിയിൽ തുടങ്ങിയിട്ട് കിടക്കുന്നത് വരെ എത്ര നിസ്കാരങ്ങളുണ്ട്? സുന്നത്ത് നിസ്കാരം. അതൊന്നുമല്ല, അതിനൊന്നും ഒരു പ്രത്യേകതയില്ല, അതൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല, അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ കാര്യമായിട്ട് ചെയ്യുന്ന പരിപാടി ഇല്ലാത്തത് ഉണ്ടാക്കലാണ് ബിദ്അത്ത്. ഇങ്ങനെ നിസ്കാരം നമ്മുടെ നാട്ടിൽ കാണുന്നു. ഇതിനെക്കുറിച്ച് ഇമാം നവവി എന്താ പറഞ്ഞെന്നറിയോ? ഇമാം നവവി പറഞ്ഞു, അത് ശക്തമായി എതിർക്കണം. കാരണം ഹിയ ബിദ്അത്തുൻ,
ഹിയ ബിദ്അത്തുൻ ഖബീഹത്തുൻ മുൻകറത്തുൻ അശദ്ദു അൻകാർ. അത് ബിദ്അത്താണ്, അത് വെറുക്കപ്പെടേണ്ടതാണ്, ഏറ്റവും മോശമായ ബിദ്അത്താണ്, അത് എതിർക്കപ്പെടേണ്ട തിന്മകളിൽ ഏറ്റവും ശക്തമായ തിന്മയാണ്. എന്താ കാരണം? ഇല്ലാത്തത് ഉണ്ടാക്കിയിട്ടല്ല ആദരിക്കേണ്ടത്, ഉള്ളത് അതിനെ മട്ടത്തിന് ചെയ്തിട്ടാണ് ആദരിക്കേണ്ടത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നോമ്പ്, റജബ് 25 പ്രത്യേക നോമ്പ്, അതല്ലാത്ത പ്രത്യേക നോമ്പുകൾ, 60 കൊല്ലത്തെ പ്രതിഫലമുണ്ട് എന്ന് പറയപ്പെടുന്ന നോമ്പുണ്ടോ? എന്റെ നോമ്പ് റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഉംറ, റജബിൽ പ്രത്യേക ഉംറ. ഉംറ മുഴുവൻ ഇന്ന് കച്ചവട. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇന്ന് ഫാഷനാണ്. റജബ് മാസത്തിൽ ഒരു പ്രത്യേക ഉംറ, റബീൽ അവ്വലിലെ ഉംറ, ഇങ്ങനെയൊക്കെയാണ് പരസ്യം. റജബ് മാസത്തിൽ റസൂൽ ഉംറ ചെയ്തിട്ടുണ്ടോ? റസൂൽ ആകെ ചെയ്ത് 4 ഉംറ. ഇമാം ബുഖാരിന്റെ 1776 നമ്പർ ഹദീസിൽ ദുൽഖഅദ് മാസത്തിലാണ് നബി 3 ചെയ്തത്. ഇമാം മുസ്ലിമിന്റെ 1255 ഹദീസിൽ കാണാം ദുൽഹജ്ജ് മാസത്തിലാണ് 1 ഉംറ ചെയ്തത്. 4 ഉംറ ചെയ്തത്. ആയിഷ ബീവിന്റെ അടുക്കൽ ഈ വർത്താനം അവരെ പറയുന്നുണ്ട്. അപ്പൊ ആയിഷ ബീവി ഇത് കേട്ടു. ആയിഷ ബീവി പറയുന്നത് എന്താ അറിയോ? ഇർഹമുല്ലാ, അള്ളാന്റെ കാരുണ്യം ഉണ്ടാകട്ടെ. അബാ അബ്ദുറഹ്മാൻ മഅ്തമറ ഉംറത്തൻ ഇല്ലാഹു വശാഹിദുഹു. നബി ചെയ്ത ഉംറ എത്ര ഉംറയാണെന്നുള്ളത് അറിയല്ലോ. നമ്മളാരും സാക്ഷികളാകാതെ ഉംറ കഴിഞ്ഞിട്ടില്ലല്ലോ. വമഅ്തമറ ഫീ റജബിൻ ഖത്ത്, റജബിൽ നബി ഉംറയെ ചെയ്തിട്ടില്ല. ആരാ പറഞ്ഞ? ആയിഷ റളിയല്ലാഹു അൻഹ. ഇതെന്തിനാണ്? ഓരോന്നും ഇല്ലാത്തത് പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരിക. ഇന്നിപ്പോ ഉംറന്റെ കാര്യത്തിൽ എന്താ അറിയോ? എങ്ങനെയെങ്കിലൊക്കെ കടങ്ങളും വാങ്ങി പൈസ വാങ്ങി ഉംറക്കുക. എല്ലാവരും ഉംറക്കുക, പ്രത്യേകിച്ച് സ്ത്രീകളാണ് കേട്ടോ. സ്ത്രീകളാണ് ഇതിനൊക്കെ മുന്നിലിറങ്ങണത്. നമ്മൾ പണ്ട് കല്യാണത്തിന്റെ കാര്യം വീട്ടിൽ ഉപകരണം അയൽവക്കത്തുണ്ട് എന്നൊക്കെ പറയും. സാധനങ്ങൾ വാങ്ങിക്കൂട്ടി, കടം വാങ്ങിക്കൂട്ടിയ മാതിരി ഇപ്പൊ ഉംറയാണ് ഫാഷൻ. ഓര് പോയി, ഇവര് പോയി, അവര് പോയി, ഇവര് പോയി. ഇനി നമ്മളൊരു ഉംറക്ക് പോയില്ലെങ്കിൽ മോശമല്ലേ? അങ്ങനെ ഒരു ഉംറ ഉണ്ടോ? ഏതുവരെ മഹ്റമ വരെ ഇല്ലാത്ത ഉംറ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ചു, മദീനയിൽ 100ഓളം ഹാജിമാരെ കൊണ്ടുവന്നിട്ട് ഒരു ഏജന്റ് മുങ്ങി അവിടുന്ന്, മദീനത്തുനിന്ന്. സ്ത്രീകളാണ് ഭൂരിപക്ഷവും. മദീനത്തെ റൂമെന്ന് അവരെ ഇറക്കി വിട്ടു. കാശ് വാങ്ങി പോക്കറ്റിലാക്കിയിട്ട് മുങ്ങിയതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ, ആലിമീങ്ങളാ. എല്ലാ നിലക്കും കച്ചവടം, തന്ത്രങ്ങൾ, മുങ്ങലും ചതിയും ഒക്കെ ഈ രംഗത്ത് കടന്നു വന്നു. മഹ്റമില്ലാതെ ഉംറക്ക് പോകാൻ പറ്റുമോ? ഒരു പെണ്ണിന് മഹ്റമില്ല. എന്താ വിധി ഉംറന്റെ? ഹജ്ജിന്റെ വിധി എന്താ? ഒരു ഹജ്ജും ഉംറയും ഒരു പെണ്ണിന് നിർബന്ധമാകണമെങ്കിൽ ആരോഗ്യം, സ്വത്തും സമ്പത്തൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ഷർത്താണ് മഹ്റം ഉണ്ടാകുക എന്നുള്ളത്. ആങ്ങളാരോ ആപ്പേ ഭർത്താവോ ആരെങ്കിലും ഉണ്ടാകണം മഹ്റമായിട്ടുള്ള. വിവാഹ നിഷിദ്ധമാക്കപ്പെട്ട ആരെങ്കിലും ഇല്ലാതെ. ഇത് ഏജൻസികളും രാജ്യത്തെ നിയമമൊക്കെ മഹ്റമില്ലാതെ പെണ്ണുങ്ങൾ പോകുന്നുണ്ടല്ലോ. എന്നാ പിന്നെ പോട്ടെ, അങ്ങനെ പോവാണ്. ഷർത്ത് പരിഗണിക്കപ്പെടാതെ ഉംറ കബൂലാവോ? പടച്ചോ സ്വീകരിക്കുവോ? ഒരു പെണ്ണിന് മഹ്റമില്ല വിചാരിച്ചോളി, ഒരാളും ഇല്ല, ആ പെണ്ണിന് ഉംറ നിർബന്ധമില്ല. അപ്പം റജബ് മാസത്തിൽ ഒരു പ്രത്യേക ഉംറ അത് പഠിപ്പിക്കപ്പെടുന്നു, ഉണ്ടാക്കുന്നു. അതിന്റെ പേരിൽ പല തട്ടിപ്പും നടക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേക പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഈ പ്രാർത്ഥന, ഇങ്ങനൊരു പ്രത്യേക പ്രാർത്ഥന നബി പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് ബിദഅത്തായിട്ട് മാറും. ഇപ്പൊ സഹാബികൾക്കൊക്കെ അവർ ഒരു റമളാൻ കഴിഞ്ഞാൽ പിറ്റത്തെ റമളാൻ 6 മാസം, അത് കഴിഞ്ഞാൽ പിന്നെ 6 മാസം അങ്ങോട്ട് 6 മാസം, റമളാൻ കഴിഞ്ഞ 6 മാസം അത് നിലനിർത്തും. പിന്നെ അടുത്ത 6 മാസം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു, ആഗ്രഹിച്ചു. പക്ഷെ റമളാൻ മാസപ്പിറവി പ്രഖ്യാപിച്ച ഒരു കാളി, ആ കാളി, പ്രധാനപ്പെട്ട കാളി മാസപ്പിറവി മൈക്കിൽ പ്രഖ്യാപിച്ചിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണത് റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രാർത്ഥന, അങ്ങനെ പ്രത്യേകം പ്രാർത്ഥന ഉണ്ടെന്ന് കരുതി പ്രത്യേക നബി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 റജബ് മാസത്തിൽ വരെ പ്രത്യേകം പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെടുകയാണ്. ഇത് എവിടുന്ന കിട്ടി? ഖുർആനിലോ ഹദീസിലോ ഇല്ല, നബി പഠിപ്പിച്ചിട്ടില്ല. എവിടെ ഇത് കാണാൻ കഴിയില്ല. പ്രത്യേകമായ അറവ് ജാഹിലിയത്തിലുണ്ടേന്. റജബിലെ അറവിന് അത്തീറ എന്നാ പറയാ. അത്തീറ
ആ അറിവ് റസൂൽ വിരോധിച്ചിട്ടുണ്ട് അത്തീറ എന്നത്. ഇപ്പൊ വാട്സപ്പിന്റെയും ഇതിന്റെയൊക്കെ കാലമായപ്പം, സോഷ്യൽ മീഡിയന്റെ കാലമായപ്പം ഉള്ളതും ഇല്ലാത്തതൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ മെസ്സേജുകൾ വരികയാണ്. ഈ മാസം ആദ്യം അറിയിക്കുന്നവന്റെ സ്വർഗം നബി പഠിപ്പിച്ചിട്ടില്ല. ചില പ്രത്യേക പ്രാർത്ഥനയുടെ മഹത്വങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. റജബ് മാസത്തിൽ ഒരു പ്രത്യേക പ്രാർത്ഥന എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥനയും പഠിപ്പിച്ചിട്ടില്ല. അപ്പം എന്താ, റജബ് പവിത്രമായ മാസമാണ്. ആ മാസത്തിൽ ബാക്കിയുള്ള മാസങ്ങളെപ്പോലെ യുദ്ധം നിഷിദ്ധമാണ്. ആ മാസങ്ങൾ യുദ്ധം നിഷിദ്ധമാണ്. ആ മാസങ്ങളുടെ പവിത്രത, നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കുക, തിന്മകൾ പൂർണ്ണമായും വിട്ടുനിൽക്കുക. പഠിച്ചോനെ അത് റജബാണല്ലോ എന്നൊരു ചിന്ത, പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ നമ്മളൊക്കെ മനസ്സിലേക്ക് വരിക, തിന്മകൾ ചെയ്യാതിരിക്കാൻ. അതാണ് ഫലാ തദ്ലിമൂ അൻഫുസകും. അള്ളാഹു ആദരിച്ചതിനെ കൃത്യമായ രൂപത്തിൽ ആദരിച്ച് ആ ബഹുമാനം കൊടുത്ത് അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുത്ത് ജീവിച്ചു മരിക്കാൻ തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വമാ ആതാകും റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് എടുക്കുക, ഖുർആനാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് സ്വീകരിക്കുക. അദ്ദേഹം എന്താണോ വിരോധിച്ചത് അത് പൂർണ്ണമായും ഒഴിവാക്കുക. അള്ളാഹ്ക്ക് തഖ്വയുള്ളവരാവുക. തീർച്ചയായും ശദീദുൽ ഇഖാബാണ് അല്ലാഹ്. അല്ലാഹ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. ഈ മതത്തിൽ എന്തെങ്കിലും പുതിയതായി ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മൻ യഖുൽ അലയ്യ മാ ലം അഖുൽ ഫല്യതബവ്വഅ മഖ്അദഹു ഫിന്നന്നാർ. ഇതിനൊക്കെ ഈ പറഞ്ഞ ഈ ബിദ്അത്തുകളൊക്കെ നബിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കി പറയാണ്. അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നബി എന്റെ മേൽ ആരെങ്കിലും ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ എന്നാണ്. വശറൽ ഉമൂരി മുഹ്ദസാത്തുഹാ. കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം മതത്തിൽ ഓരോരുത്തരും പുതിയതായി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏറ്റവും മോശപ്പെട്ട കാര്യം വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ. എല്ലാ പുതിയ കാര്യങ്ങളും ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല. ബിദ്അത്തൊക്കെ ളലാലത്താണ്, വഴികേടാണ്. ആ ളലാലത്തുകളെല്ലാം ഫിന്നാർ, നരകത്തിലാണ്. ഈ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഈ തത്വം നമ്മളൊക്കെ ഹൃദയത്തിലുണ്ടാകണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ ദീനിയായ വശം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായ ആളുകളുണ്ട്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഷിഫായിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ഷിഫായിനെ പ്രദാനം ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം ഒട്ടുമൽ കടപ്പുറത്ത് നമ്മുടെ ഒരു സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു ബൈക്ക് ആക്സിഡന്റായി. രണ്ടുപേരും കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് ഒരു സർജറിക്ക് വിധേയമാവുകയാണ്. പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ സർജറി അള്ളാഹു വിജയപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. സഹോദരങ്ങൾ, ഒരുപാട് അപകടങ്ങൾ വർദ്ധിച്ച് വരികയാണ്. കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടിയിൽ ഈ ആഴ്ചക്കുള്ളിൽ 2-3 മരണങ്ങൾ നടന്നു. 18ഉം 20ഉം ഒക്കെ വയസ്സുള്ള ചെറുപ്പക്കാരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു എല്ലാ അപകട മരണങ്ങളിൽ നിന്നും നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരി പ്രസവത്തിന് വേണ്ടി കുറച്ച് പ്രയാസമാണ്. ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പ്രസവം സുഖകരമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സാലിഹായ ഒരു സന്താനത്തിന് സുഖകരമായി ജന്മം നൽകാൻ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാ വദറഖിൽ ഷഖാ വസൂഇൽ ഖളാ വശമാതത്തിൽ അഅദാ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാ
زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين. اللهم إنا نعوذ بك من البرص والجنون والجذام ومن السيء الأسقام اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.